ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. കണ്ണൂർ പിലാത്രയിൽ സ്വർണ്ണ കവർച്ച നടന്ന ഒരു മാസം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ല. 2 ഇന്നോവകളിലായി 10ഓളം പേർ ചേർന്നാണ് 50 പവൻ സ്വർണവും 55 ലക്ഷം രൂപയും കവർന്നത്. കേസിൽ ഇതുവരെ 2 പേരെ മാത്രമാണ് പിടികൂടാനായിട്ടുള്ളത്. 15 പേർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചെങ്കിലും കൂടുതൽ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അർജുൻ കല്യാട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, അപ്പോൾ വലിയ ഒരു കൊള്ളയായിരുന്നു. 2 പേരെ പിടികൂടി. അവരിലൂടെ വളരെ ഈസിയായി അടുത്ത ആളുകളിലേക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ കരുതി. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക്? ഒരു ഒത്തുകളി സംശയിക്കണോ അർജുൻ? തീർച്ചയായിട്ടും നാട്ടുകാരും അവിടെയുള്ള ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ടുള്ള ആളുകളുമൊക്കെ ഇപ്പോൾ അത്തരം ചില സംശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ സംഭവം നടന്ന ഇന്നേക്ക് ഒരു മാസം പിന്നിടുകയാണ്. ഈ ഒരു മാസം പിന്നിടുന്ന സമയത്ത് പോലും 2 പ്രതികളെ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളതാണ് അതിൽ വലിയ സംശയത്തിനും ദുരൂഹതയ്ക്കുമൊക്കെ വഴിവെക്കുന്നത്. കാരണം ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ മറ്റ് സംഘത്തിലുണ്ടായിരുന്ന മറ്റാളുകളിലേക്ക് അന്വേഷണം വളരെ വേഗത്തിൽ എത്താൻ വേണ്ടി കഴിയും. ഇനി ഏതൊക്കെ തരത്തിൽ അവർ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ ഫോൺ രേഖകൾ, മറ്റുള്ള തെളിവുകൾ, ഫോൺ ട്രാക്ക് ചെയ്താലുള്ള ലഭിക്കാവുന്ന വിവരങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പ്രതികളിലേക്ക് വളരെ എളുപ്പത്തിൽ അന്വേഷണ സംഘത്തിന് എത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലും അതിനകത്ത് കാര്യമായ ഒരു അന്വേഷണ പുരോഗതി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം തന്നെ പയ്യന്നൂരിൽ, അതായത് പിലാത്തറയിലാണ് ഈ സ്വർണം പൊട്ടിക്കൽ നടന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലുള്ള ഒരു സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഒരാളെ മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇത്തരത്തിലൊരു സ്വർണം തട്ടിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ ഉയർന്നു വരികയും ചെയ്തതാണ്. എന്തായാലും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും ഈ പിലാത്തറയിലെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ പോലീസിന് കാര്യമായി പിടികൂടാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ഈ സംശയത്തിന് ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ നഷ്ടപ്പെട്ട ആൾ, ഈ സ്വർണം നഷ്ടപ്പെട്ട ആൾ കേവലം ഒരു 12 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ, അതായത് ചെറിയ ഒരു സ്വർണം മാത്രമേ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പരാതിയായി പോലീസിന് നൽകിയിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് 50 പവൻ സ്വർണവും അതുപോലെ തന്നെ 50 ലക്ഷത്തിലധികം രൂപയും. അത് ഒരുപക്ഷെ അതിനേക്കാൾ മുകളിലായിരിക്കാം. പുറത്ത് ലഭ്യമായിട്ടുള്ള വിവരം ഇത്രയും വലിയ, അതായത് ഒരു 1.5 കോടിയോളം രൂപ വരുന്ന വസ്തുക്കളാണ് നഷ്ടപ്പെട്ടതെന്നാണ്. സ്വാഭാവികമായി ഈ 12 ഗ്രാം സ്വർണം മാത്രം കണ്ടെത്തി കഴിഞ്ഞാൽ പോലീസിന് തൊണ്ടി മുതൽ എന്ന രീതിയിൽ ഹാജരാക്കിയാൽ മതി. അപ്പോൾ മറ്റ് സ്വർണവും പണവും ഒക്കെ പല രീതിയിലേക്ക് വീതം വെച്ച് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇതുവരെ ദൃശ്യമായിട്ടില്ല. 2 പേരെ മാത്രമാണ് ഇതുവരെയും പിടികൂടാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞത്. ഷിഹാസ്, യെസ്, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ പോലീസും ഒത്തുകളിക്കുകയാണോ എന്നാണ് നാട്ടുകാർ ഇപ്പോൾ സംശയിക്കുന്നത്.